കഴിഞ്ഞ 15 വർഷമായി തലസ്ഥാന മണ്ഡലത്തിലെ പാർലമെന്റ് അംഗമാണ് ശശി തരൂർ. ഭരണസിരാ കേന്ദ്രം നിലകൊള്ളുന്ന തലസ്ഥാന ജില്ലയിൽ എന്തൊക്കെ വികസനമാണ് ഈ കാലയളവിൽ അദ്ദേഹം കൊണ്ടുവന്നതെന്ന ചർച്ച ചൂടേറുകയാണ്. സാധാരണക്കാർക്കുൾപ്പെടെ ഉപകാരപ്രദമായ തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് MP എന്ന നിലയിൽ തരൂർ ചെയ്തതെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ചാ വിഷയമാണ്. 3 തവണ MP ആയിട്ടും തലസ്ഥാനത്തെ ജനങ്ങൾക്കായി ഒന്നും ചെയ്തില്ലെന്നാണ് സ്വന്തം പാർട്ടിക്കാർ ആരോപിക്കുന്നത്. ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുകയും ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യക്ഷത്തിൽ ഒന്നും തന്നെ അദ്ദേഹം ചെയ്തിട്ടില്ലെന്ന് സാധാരണക്കാരും ആരോപിക്കുന്നു. 4ാം തവണയാണ് ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ബാലരാമപുരത്തിന് സമീപം പ്രചാരണത്തിനായി ഇറങ്ങിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തരൂരിന് നേരെ കൂകി വിളിക്കുകയായിരുന്നു. ഇത്തവണ തങ്ങൾ വോട്ട് തരില്ലെന്നായിരുന്നു സ്വീകരണ പരിപാടിക്കെത്തിയ പാർട്ടിക്കാർ പറഞ്ഞത്. തരൂരിനെതിരായ മറ്റൊരു ആരോപണം ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടില്ല എന്നതാണ്. ഓഫീസിൽ വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ നമ്പർ നൽകും, അതിൽ വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്ന പരാതിയും വ്യാപകമാണ്. കഴിഞ്ഞ ദിവസം രാവിലെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു പ്രമുഖ ക്ലബിലെ പരിപാടിയിലും അംഗങ്ങൾ പ്രധാനമായും ചോദിച്ചത് ഇതേ ചോദ്യമാണ്. 15 വർഷമായി തിരുവനന്തപുരത്തിന് വേണ്ടി എന്തു ചെയ്തു? 70 പേജുള്ള ബുക്ക്ലെറ്റ് വേദിയിൽ വിതരണം ചെയ്ത് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ ബുക്ക്ലെറ്റിൽ ഉണ്ടെന്നും എന്നാൽ സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ ഫ്ലെക്സ് ബോർഡ് വെച്ചില്ലെന്നുമായിരുന്നു തരൂരിൻ്റെ മറുപടി. കേരളത്തിലെ ഹൈവേ വിഴിഞ്ഞം പദ്ധതി ഇതിലൊക്കെ താൻ പ്രധാന പങ്ക് വഹിച്ചിരുന്നുവെന്ന് തരൂർ പറഞ്ഞപ്പോൾ ഇതൊക്കെ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും സർക്കാരുകളുടെ പ്രയത്നഫലങ്ങളല്ലേ എന്ന ചോദ്യവും ഉയർന്നു. അതിനിടെ 70 പേജുള്ള ബുക്ക്ലെറ്റിലെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അറിയിച്ചില്ലെങ്കിൽ തരൂർ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ അറിയില്ലെന്ന അഭിപ്രായവും ഉണ്ടായി. ബുക്ക്ലെറ്റിന് പകരം പത്രമാധ്യമങ്ങളിൽ പരസ്യം നൽകുന്നതായിരുന്നില്ലേ കൂടുതൽ ഉചിതമെന്ന അഭിപ്രായം മാർ ഇവാനിയസ് കോളേജിലെ മുൻ പ്രൊഫസർ പങ്കുവച്ചു. നഗരസഭ, സെക്രട്ടേറിയറ്റ്, വിമാനത്താവളം തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 15 വർഷമായി അദ്ദേഹം എന്തു ചെയ്തുവെന്നത് സംബന്ധിച്ച് വിവിധ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. തരൂരിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിലെ ആദ്യ വിമാനത്താവളമാണ് തിരുവനന്തപുരത്തേത്. ഈ വിമാനത്താവളത്തിൻ്റെ വികസനത്തിനായി തരൂരിൻ്റെ ഇടപെടൽ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ചർച്ചകൾ നടത്തി വരികയാണെന്ന് മാത്രമാകും ഉത്തരം. വിമാനത്താവളം നിർമ്മിച്ച കാലത്തുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊരു വികസനവും അവിടെ ഉണ്ടായിട്ടില്ല. റൺവേ വികസനം, വിമാനത്താവള വികസനം തുടങ്ങിയവയ്ക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. ഇതിനായി ഭൂമി കണ്ടെത്തി വിജ്ഞാപന ഇറക്കിയെങ്കിലും ഇതുവരെ ഏറ്റെടുത്തിട്ടുമില്ല. ഇതോടെ ഭൂ ഉടമകളും ദുരിതം അനുഭവിക്കുകയാണ്. ആ ഭൂമിയിൽ യാതൊരുവിധ ക്രയവിക്രയങ്ങളും നടത്താൻ ഉടമകൾക്കാകുന്നില്ലെന്നതാണ് സത്യം. ഈ തടസ്സം മാറാൻ ഭൂ ഉടമകൾ സ്ഥലത്തെ MP എന്ന നിലയിൽ നിരവധി തവണ ശശി തരൂരിനെ നേരിട്ട് കണ്ട് തങ്ങളുടെ ദുരിതം അറിയിച്ചിരുന്നു. എന്നിട്ടും തങ്ങൾക്ക് നീതി കിട്ടിയില്ലെന്ന് ഭൂ ഉടമകൾ പറയുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തി ആവശ്യമായ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നതിൽ തരൂർ പരാജയമാണെന്ന് ഭൂ ഉടമകൾ ആരോപിക്കുന്നു. വർഷങ്ങളായുള്ള തലസ്ഥാനവാസികളുടെ ആവശ്യമാണ് മെട്രോ. സംസ്ഥാനത്ത് മെട്രോ റെയിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടങ്ങളിൽ ചർച്ച നടത്തിയ ജില്ലയിൽ മുന്തിയ പരിഗണനയും തലസ്ഥാനത്തിനായിരുന്നു. എന്നാൽ കൊച്ചിയിൽ മെട്രോ യാഥാർത്ഥ്യമാക്കി. തലസ്ഥാനത്തേത് ഇതുവരെ ഒരു നടപടിയുമാകാതെ കിടക്കുകയാണ്. തെക്കേ ഇന്ത്യയിലെ ആദ്യ IT നഗരം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇതുകൂടി പരിഗണിച്ച് തലസ്ഥാനത്ത് മെട്രോ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വൻ ഗതാഗതക്കുരുക്കാണ് ഇപ്പോൾ തലസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. നഗരഹൃദയത്തിലേക്ക് എത്തണമെങ്കിൽ ഭഗീരഥ പ്രയത്നം തന്നെ വേണം. മെട്രോ യാഥാർത്ഥ്യമായാൽ ഗതാഗതക്കുരുക്കിൽ നിന്നും ജനത്തിന് രക്ഷ നേടാനാകും. സംസ്ഥാനത്തെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് റിംഗ് റോഡ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് നിന്നും ആരംഭിച്ച് നാവായിക്കുളം വരെയാണ് റോഡ് അവസാനിക്കുന്നത്. ചരക്കുനീക്കം സുഗമമാക്കുന്നതിനായാണ് ഈ റോഡെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം. ഇതിനായി ഭൂമി ഏറ്റെടുത്തെങ്കിലും ഇതുവരെ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. ഭൂമി വിട്ടു നൽകിയവർക്ക് യാതൊരുവിധ ക്രയവിക്രയങ്ങളും നടത്താനാകാതെ ദുരിതത്തിലാണ്. ഉപജീവന മാർഗം പോലും നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട്. ഭൂമി ഏറ്റെടുത്തപ്പോൾ ഉടൻ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പലരും. എന്നാൽ ഇതുവരെ അതിലും യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റിംഗ് റോഡ് പദ്ധതിയുടെ കാര്യത്തിൽ പരസ്പരം കുറ്റം ആരോപിക്കുന്നതല്ലാതെ ശാശ്വത പരിഹാരം കാണുന്നതിനോ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനോ തയ്യാറാകുന്നില്ല. MP എന്ന നിലയിൽ ശശി തരൂരിനും ഭൂ ഉടമകൾ നിവേദനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ
ഇവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും മെട്രോ പദ്ധതിക്കായി തിരുവനന്തപുരം MP എന്ന നിലയിൽ തരൂരിന്റെ ഇടപെടൽ എത്രത്തോളം ഉണ്ടെന്നതും മണ്ഡലത്തിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. 3 തവണ MP ആയി വിജയിച്ചിട്ടും ഇക്കാര്യങ്ങളിൽ എന്തുകൊണ്ട് കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെന്നതാണ് സ്വന്തം പാർട്ടിക്കാരും ചോദിക്കുന്നത്. ചർച്ചകൾ കൂണുപോലെ നടക്കുന്നുണ്ടെങ്കിലും ഒന്നിനും തീരുമാനമാകാതെ കൈകഴുകി രക്ഷപ്പെടുകയാണ് തരൂരെന്നും ആരോപണമുണ്ട്. ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് നടന്ന പരിപാടിക്ക് ശേഷം തിരുവനന്തപുരത്തെ പല പ്രധാന വ്യക്തികളും തിരുവനന്തപുരത്തെ തരൂരിൻ്റെ ഓഫീസിനെക്കുറിച്ചും വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ചും ഓർമ്മിപ്പിച്ചു. ഡൽഹിയിലും പാർലമെൻറ്റിലും തരൂരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ നോക്കാൻ കാര്യക്ഷമമായ ഒരു ടീം വേണമെന്നതാണ് തരൂരിനെ പിന്തുണയ്ക്കുന്നവർ ആവശ്യപ്പെടുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ 4ാം അംഗത്തിനാണ് തരൂർ വീണ്ടും എത്തുന്നത്. 3 തവണ വിജയിച്ചിട്ടും ചെയ്യാത്ത കാര്യങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ എങ്ങനെ നടപ്പാക്കുമെന്നും പാർട്ടിക്കാരും ജനങ്ങളും ചോദിക്കുന്നു.